Hello guys, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മളുടെ പുതിയ രീതി ജനുവരി തൊട്ടാണ് നമ്മൾക്ക് അയർലാൻഡിൽ റെസിഡൻസ് കാർഡ് എടുക്കുന്നതിൻ്റെ രീതി കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതി എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത്. അപ്പോൾ ഓക്കെ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ, ഇറ്റ്സ് മീ കൃഷ്ണ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കഴിഞ്ഞ ജാനുവരി തൊട്ടിട്ടാണ് ഈ ഒരു മാറ്റം വന്നത്. അപ്പൊ നമുക്കിപ്പോ അയർലാൻഡില് റെസിഡൻസി കാർഡ് അപ്ലൈ ചെയ്യണത് രീതി കുറച്ചും കൂടെ മാറി. നമുക്കിപ്പോ ഓൺലൈനിലാണ് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം നമ്മൾ ഡബ്ലിനിൽ പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഓൾറെഡി നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു. നേരത്തെ ഹസ്ബൻഡ് ഒക്കെ ഉള്ളപ്പോൾ ഞാൻ ഈ ജനുവരിയിലാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പുതിയൊരു രീതിയിലുള്ള ഇതായിരുന്നു, എനിക്ക് ഡബ്ലിനിൽ പോകേണ്ടി വന്നായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ വന്ന സമയത്ത് ആ ഒരു ടൈമിൽ ഇവർക്ക് നമ്മൾ തൊട്ടടുത്ത് നമ്മൾ ഏത് കൗണ്ടിയിലാണോ ഉള്ളത് ആ കൗണ്ടിയിലുള്ള ഗാർഡ് ഓഫീസിൽ പോയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇപ്പോൾ അത് കുറച്ചും കൂടെ ചേഞ്ച് ആയി. ഇപ്പം നമുക്കിപ്പോൾ ദൂരമുള്ളവർക്ക് ഡബ്ലിനിൽ നിന്ന് കുറച്ചും കൂടെ അകലെയുള്ളവർക്ക് എല്ലാവർക്കും കുറച്ച് പാടാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടുന്ന് 3 മണിക്കൂർ ഒക്കെ ദൂരമുണ്ട്. അപ്പോൾ അകലെയുള്ളവർക്ക് നമുക്ക് ഡബ്ലിൻ പോകേണ്ട ആവശ്യം ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്, അതുപോലെ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടാൻ പോണത്. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാട്ടോ. ഇപ്പോൾ അയർലാൻഡിൽ നമ്മൾ എൻ്റർ ആവുന്ന സമയത്ത് അവിടെ എയർപോർട്ടിൽ ഇമിഗ്രേഷനിൽ നമ്മുടെ എന്താ പറയുക പാസ്പോർട്ടിൽ അത് നമുക്കൊരു എൻട്രി സീൽ ചെയ്ത് തരും. അപ്പോൾ ആ സീലിൽ നമുക്ക് ഓൾറെഡി 3 മന്ത് വാലിഡിറ്റി ഉണ്ടാവും. ആ 3 മന്തിനുള്ളിൽ നമ്മളിവിടുത്തെ റെസിഡൻസി കാർഡ് നമുക്ക് റെസിഡൻസി കാർഡാക്കി മാറ്റണം. ആ കാർഡാക്കി മാറ്റിയില്ലെങ്കിൽ നമുക്ക് 3 മാസമേ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളത് ഇല്ലീഗലായിട്ട് ഇവിടെ നിൽക്കണ പോലെ ആവും. അപ്പൊ അതിന് മുന്നേ നമ്മൾക്ക് റെസിഡൻസി കാർഡ് എടുക്കണം. നമുക്ക് ആദ്യം തന്നെ irish-immigration.i എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ ലോഗിൻ ചെയ്യണം. ഞാൻ താഴെ എഴുതി കാണിക്കാം കേട്ടോ. അപ്പൊ ആ ഒരു സൈറ്റിൽ നമ്മൾ കയറണം. കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിൽ നമ്മൾ ഇമെയിൽ ഐ ഡിയും ജസ്റ്റ് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൽ നമുക്ക് നെക്സ്റ്റ് പേജിൽ വരും ഫോർ ദ ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ അടിച്ചു കൊടുക്കണം കേട്ടോ. അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്ക് മെസ്സേജ് വരും കേട്ടോ. മെസ്സേജ് വരും. അത് ആ ഒരു ലിങ്കിൽ കയറുമ്പോൾ അതിൽ ID-PAL എന്ന് പറഞ്ഞൊരു ആപ്പ് ആയിരിക്കും. അത് നമ്മൾ പ്ലേ സ്റ്റോറിലായിരിക്കും ഉണ്ടായിരിക്കുക. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു ID-PAL ആപ്പിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് അടുത്ത പരിപാടി. അത് നമ്മൾ അതിനുള്ളിൽ കയറിയതിന് ശേഷം നമ്മൾ അതിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. സംഭവം പോലെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടെ വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ എന്താ പറയാ പാസ്പോർട്ടിന്റെ ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. എനിക്കത് കുറച്ച് സമയം എടുത്തു. പക്ഷെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവർക്ക് പെട്ടെന്ന് തന്നെ അത് അപ്പം തന്നെ ശരിയായിട്ടോ. എനിക്കത് സ്കാൻ ചെയ്തിട്ട് എനിക്കത് അപ്ലോഡ് ചെയ്തിട്ട് അത് ഫെയിൽ എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഒരു 3-4 പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷം എനിക്കത് ശരിയായിട്ടോ. ശരിയായതിനു ശേഷം നമുക്കത് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജും വരും. അതുപോലെ ആപ്പിലും നമുക്കത് കാണാൻ പറ്റും കേട്ടോ. കഴിയുമ്പോൾ നമുക്കൊരു മെയിൽ വരും കേട്ടോ. ആ മെയിലിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അതിലൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നമ്മൾ കയറണം. ലിങ്കിൽ കയറിയതിന് ശേഷം അതിൽ നമുക്ക് നമ്മുടെ അപ്പോയിൻമെന്റിന്റെ നമുക്ക് ഏത് ഡേറ്റ് ആണ് വേണ്ടത് ആ ഡേറ്റ് പിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് ഒരു 1 മന്ത് നമ്മളതിൽ നോക്കിയപ്പോൾ 1 മന്തിന് ശേഷം 1 മന്ത് നമുക്ക് ടൈം ഉണ്ടായിരുന്നു. അത്രയും ഡിലേ ആയിട്ട് നമുക്ക് ഡേറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ അത് എനിക്ക് തോന്നുന്നു ഓരോ സമയത്തെ തിരക്ക് പോലെയാണെന്ന് തോന്നുന്നു ആ ഒരു ഡേറ്റിന്റെ ഇത് വരുന്നത് കേട്ടോ. ഭയങ്കര ഡിലേ ആയിട്ടാണ് ഡേറ്റ്. അപ്പോൾ നമുക്ക് എന്താ പറയാ അതിന്റെ ഇടയിൽ ആരെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്ത് പോയിട്ട് അപ്പൊ ചിലപ്പോൾ ആ ഒരു വേക്കൻസി ഒക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടും കേട്ടോ ആ ഒരു ഡേറ്റില്. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും കിട്ടിയില്ല. നമുക്ക് 1 മന്തിന് ശേഷമാണ് ഡേറ്റ്. അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും മെയിൽ വരും. അതിൽ നമുക്ക് എന്തൊക്കെ ഇതാണ് വേണ്ടത്, അതുപോലെ നിങ്ങൾ ഈ ഒരു ടൈമിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ കൊണ്ടുവരണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു മെയിൽ വരും. ഞാൻ ഡിപ്പെൻഡന്റ് വിസ ആയതുകൊണ്ട് എനിക്ക് എന്താ പറയാ ഹസ്ബൻഡിന്റെ കോൺട്രാക്ട്, അതുപോലെ പാസ്പോർട്ട്, പിന്നെ നമ്മൾ ഇൻഷുറൻസ് ഡിപ്പെൻഡന്റ് വരുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഇൻഷുറൻസ് എടുക്കണം കേട്ടോ. ആ ഇൻഷുറൻസ് വേണം. അതുപോലെ നമുക്ക് ആ മെയിലിന്റെ ഏറ്റവും താഴെ നമ്മളുടെ അഡ്രസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു ഫോം ഉണ്ടാവും കേട്ടോ. ആ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകണം. അപ്പൊ അത് മിസ്സാവും. അതുപോലെ ഡിപ്പെൻഡന്റ് വിസ ആയതുകൊണ്ട് നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റും കൂടെ വേണം കേട്ടോ. അത് ഞാൻ നേരത്തെ പറയാൻ പറ്റും. അങ്ങനെ നമ്മൾ നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഡേറ്റിൽ നമ്മൾ ഡബ്ലിനിൽ പോകണം. അങ്ങനെ ഡബ്ലിന്റെ ഓഫീസിലേക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് അതിൽ ടൈം ഉണ്ടാവുമല്ലോ. ആ ടൈമിൽ നമുക്കൊരു 15 മിനിറ്റ് മുമ്പ് വരെ കേട്ടോ. അതിന് മുന്നൊന്നും അവിടെ ചെന്നാൽ നമുക്ക് ഇതാക്കാൻ പറ്റില്ല, എൻട്രി ആവാൻ പറ്റില്ല. 15 മിനിറ്റ് മുമ്പ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ കയറുന്ന സമയത്ത് നമുക്ക് അപ്പോയിൻമെന്റ് കാണിക്കണം. അപ്പോയിൻമെന്റ് കാണിച്ചതിന് ശേഷം
നമ്മൾ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്കത് നമ്മുടെ അപ്പോയിൻമെന്റ് നമ്മളുടെ ആ ഒരു വന്ന മെയിലിൽ ഒരു സ്കാൻ ചെയ്യാനുള്ള ഒരു ഇതും അല്ലെങ്കിൽ നമുക്ക് അതിൽ കോഡ് ഉണ്ടാവും, ഒരു ലെറ്റേഴ്സും അതുപോലെ ഡിജിറ്റ് ഒക്കെ ഉള്ള ഒരു കോഡ് ഉണ്ടാവും. ആ കോഡ് നമ്മൾ അതിൽ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു ഇത് വരും, ടോക്കൺ വരും. അപ്പോൾ ആ ടോക്കൺ കൊണ്ട് നമ്മൾ ഉള്ളിൽ പോയിട്ട് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സ്ക്രീനിൽ നമ്മളുടെ നമ്പറും നമ്മൾ ഏത് കൗണ്ടറിലാണോ ഉള്ളത് അങ്ങനെ നമ്മൾക്ക് അവിടെ നമുക്ക് ടോക്കൺ നമ്പർ വിളിക്കും. അപ്പോൾ നമ്മളേക്ക് ഏത് കൗണ്ടറിലാണോ നമുക്ക് കിട്ടിയത് ആ കൗണ്ടറിൽ പോകാം. ഒരു 17 കൗണ്ടറോളം അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കൗണ്ടറിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട്, ഇൻഷുറൻസ്, അതുപോലെ നമ്മൾ പറഞ്ഞ എല്ലാ ഐറ്റംസും അവിടെ സബ്മിറ്റ് ചെയ്യണം. ഇൻഷുറൻസ് സംഭവങ്ങൾ, മാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ അവിടെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സൈൻ ചെയ്യേണ്ടി വരും. അതുപോലെ നമ്മുടെ ഫോട്ടോ ശേഷം നമുക്ക് 300 euro ആണ് നമുക്ക് അവിടെ പേയ്മെന്റ് വരിക. അത് നമുക്ക് കാർഡിലെ പേയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാഷ് പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ പാസ്പോർട്ടിൽ അവർ ID കാർഡിന്റെ നമ്പർ നമുക്ക് ആ പാസ്പോർട്ടിൽ എഴുതിയിട്ട് സ്റ്റാമ്പ് ചെയ്ത് തരും കേട്ടോ. എന്നിട്ട് പറയും നമുക്ക് വരുന്നു, പോസ്റ്റ് വഴി നമ്മുടെ കാർഡ് വരുമെന്ന് പറയും. നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കിനുള്ളിൽ നമ്മളുടെ കാർഡ് കിട്ടി. അതിനെ കൊണ്ട് ഉണ്ടായ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 ടൈം നമ്മൾ പോയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓൺലൈൻ വഴി ചെയ്താൽ മതി. നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ എല്ലാ വർഷവും ഗാർഡ് ഓഫീസിൽ പോയിട്ട് നമ്മൾക്കത് പുതുക്കണമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓൺലൈൻ വഴി നമുക്ക് ചെയ്യാം കേട്ടോ. കാരണം ഇപ്പോൾ എല്ലാ വർഷവും നമ്മൾ പോകണ്ട, ഒരു പ്രാവശ്യം പോയാൽ മതി.